ആളുകൾക്കിടയിൽ ഏതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ പല അഭിപ്രായമായിരിക്കും ഉണ്ടാകുക. ചിലർ പറയും കള്ളുകൂടിയാണ്, വ്യഭിചാരാണെന്നൊക്കെ പറയും. ശരിയാണ്, അതൊക്കെ തിന്മയാണ്. ഏതൊക്കെ തിന്മയുണ്ടോ അതൊക്കെ ശിർക്കിനും ബിദ്അത്തിനും താഴെ വരുന്ന തിന്മകളാണ്. ശിർക്കും ബിദ്അത്തുമാണ് ഏറ്റവും വലിയ തിന്മ. ശിർക്കാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തേത് ബിദ്അത്താണ്. സഹോദരങ്ങളെ, ഈ രണ്ട് തിന്മകൾ ശിർക്കും ബിദ്അത്തും എന്നുള്ളത് അതൊരാളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു അവന്റെ പാപമോചനം തടയാനുള്ള കാരണമാണ്. ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിക്ക് പാപമോചനം കൊടുക്കുകയില്ല. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയാണ്, ദീനിലില്ലാത്തൊരു കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യഖ്ബലുല്ലാഹു തൗബത സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പുതിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദീനിൽ ഒരു പുതിയതായ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തി, അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അവൻ ആ ബിദ്അത്തിനെ ഒഴിവാക്കുന്നത് വരെ. അപ്പൊ ഈ രണ്ട് തിന്മകളും നമ്മളുടെ പാപമോചനം തടയുവാനുള്ള, അത് തടയപ്പെടുവാനുള്ള കാരണമാണ്. ഇപ്പൊ നോക്കൂ, ശഅബാൻ 15 നമ്മളുള്ളത്. ശഅബാൻ 15 പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ മൂസാ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ പകുതിയായാൽ, 15 ആയി കഴിഞ്ഞാൽ അവന്റെ അടിമകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തി നോക്കും. എന്നിട്ടോ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. എന്നിട്ട് അല്ലാഹു അവന്റെ സകല പടപ്പുകൾക്കും പുറത്തു കൊടുക്കുന്നതാണ്. സകല പടപ്പുകൾക്കും പുറത്തു കൊടുക്കും, രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ. ആരാണ് ഒരു വിഭാഗം? ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. ശിർക്ക് ചെയ്യുന്നവൻ അള്ളാഹു അന്ന് പുറത്തു കൊടുക്കൂല എന്ന് ശഅബാൻ 15 അന്ന് അള്ളാഹു എല്ലാവരിലേക്കും നോക്കുന്ന സന്ദർഭത്തിൽ. അതുപോലെ തന്നെ മുശാഹിൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആളെന്ന മുശാഹിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആൾക്കും അള്ളാഹു അന്ന് പുറത്തു കൊടുക്കുകയില്ല. ഈ മുശാഹിൻ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അൽ ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുശാഹിൻ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്. ബിദ്അത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തൊരു പുതുതായ ഒരു കാര്യം അത് ചെയ്യുന്ന ആളാണ് ബിദ്അത്തുകാരൻ. അപ്പൊ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകാരൻ ഉൾപ്പെടും. അപ്പൊ ശിർക്ക് ചെയ്യുന്നവരും ബിദ്അത്ത് ചെയ്യുന്നവനും ഒഴികെ അള്ളാഹു ശഅബാനിന്റെ 15 എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ ശിർക്ക് എന്നുള്ളത് എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് കൊടുക്കുക. അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതിന്റെ പകരം ഏതെങ്കിലും ഔലിയാക്കളോട് ദുആ ചെയ്താൽ അത് ശിർക്കായി. അള്ളാഹുവിനെ അറുക്കുന്നതിന് പകരം ഏതെങ്കിലും ജാറത്തിന്റെ അവിടെ പോയി അറുത്താൽ അത് ശിർക്കായി. അള്ളാഹുവിനെ വിളിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും വിളിച്ചാൽ അത് ശിർക്കായി. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് ശിർക്കായി. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റാരെങ്കിലും ഭയപ്പെട്ടത് ശിർക്കായി. ഇങ്ങനെ ശിർക്കിന്റെ വിവിധനങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ശഅബാനിന്റെ 15 അന്ന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. പിന്നുള്ളത് ബിദ്അത്താണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുതുതായി ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ശഅബാനിന്റെ 15 ഹദീസാണല്ലോ നമ്മൾ പറയുന്നത്. ശഅബാന്റെ 15 അന്ന് നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്ത് എന്താണ്? ബറാഅത്ത് നോമ്പ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. ബറാഅത്ത് നോമ്പെടുക്കാൻ കൽപ്പിക്കുന്ന ഒരു ഹദീസും അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പൊ ബറാഅത്ത് രാവ് അന്ന് 15 നോമ്പെടുക്കുന്ന ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. കാരണം എന്താണ്? അത് ബിദ്അത്താണ്, ദീനിലില്ലാത്ത കാര്യമാണ്. അപ്പൊ ബറാഅത്ത് നോമ്പാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണെന്ന നിലക്ക് ആരെങ്കിലും ബറാഅത്ത് നോമ്പ് ശഅബാൻ 15 എടുക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ 15 അള്ളാഹു എത്തി നോക്കുന്ന സന്ദർഭത്തിൽ ബിദ്അത്തുകാരന് പുറത്തു കൊടുക്കൂല. അപ്പോൾ ഈ കാര്യം ഒരാളെയും ആക്ഷേപിക്കാൻ വേണ്ടി, ഒരു വിഭാഗത്തെയും തള്ളി പറയാൻ വേണ്ടി പറയല്ല. പക്ഷെ ഇത് ദീനില്ലാത്ത കാര്യമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ഇത് ദീനില്ലാത്ത കാര്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കണം. ആളുകൾ ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ബിദ്അത്താണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഇത്. ഇങ്ങനെ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പാപമോചനം തടയപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശഅബാൻ 15 ബറാഅത്ത് നോമ്പിന് ഇവർ തെളിവാക്കുന്നത് ശഅബാൻ 15 എന്നുള്ളത് വിധി നിർണയത്തിന്റെ രാവാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വായിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന കാര്യമാണ് വിധി നിർണയത്തിന്റെ രാവ്
വിധി നിർണയത്തിന്റെ ദിവസം അത് ലൈലത്തുൽ ഖദ്റാണ്. ലൈലത്തുൽ ഖദ്ർ അതിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് റമദാൻ മാസത്തിലാണ്, അത് ശഅബാൻ മാസത്തിലല്ല എന്ന് എല്ലാ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശഅബാൻ 15 ആളുകൾ നടത്താറുള്ള ഒരു കാര്യമാണ് 3 യാസീൻ ഓതുക എന്നുള്ള പരിപാടി. ബറാഅത്ത് നോമ്പ്, അതുപോലെ തന്നെ 3 യാസീൻ ഓതുക, അതുപോലെ തന്നെ അന്ന് രാത്രി പ്രത്യേക നിസ്കാരം, അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം വെച്ച് അത് വിതരണം ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ നടത്തപ്പെടുന്ന മാലമൂലിദുകൾ, ഇതൊക്കെ ശഅബാൻ 15 അനുബന്ധിക്കുന്ന മറ്റ് പുത്തനാചാരങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ബറാഅത്ത് എന്ന് പറഞ്ഞ എന്താർത്ഥം? ബറാഅത്ത് എന്ന് പറഞ്ഞ ബന്ധം വിച്ഛേദിക്കുക എന്നാണ് അർത്ഥം. അതേ അർത്ഥം പോലെ തന്നെ ഓരോ മുസ്ലിമും ഈ ബറാഅത്ത് നോമ്പിനോടും ഈ പറഞ്ഞ കാര്യങ്ങളോടും ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇസ്ലാമിലില്ലാത്തതാണ്. ഇസ്ലാമിലില്ലാത്ത ഓരോ കാര്യങ്ങളോടും നമ്മൾ ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ ശഅബാന്റെ 15 കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്, പൊരുത്തപ്പെടിക്കൽ എന്ന രൂപത്തിൽ. എനിക്ക് പുറത്തു തരണം, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തോന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം എന്നുള്ള രീതിയിൽ പിന്നെ മെസ്സേജുകൾ സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാഅത്ത് നോമ്പെടുത്തതായി പ്രത്യേകം നോമ്പെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ 3 യാസീൻ ഓതുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ പൊരുത്തപ്പെടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ബന്ധവിച്ഛേദനം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാതിരിക്കാനുള്ള കാരണങ്ങളാണിത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 15-ാമത്തെ രാവിൽ അവൻ്റെ അടിമകളിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ ശിർക്ക് ചെയ്യാതിരിക്കണം, നമ്മൾ ബിദ്അത്ത് ചെയ്യാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ബിദ്അത്തുകളെ ഒഴിവാക്കുവാനും അതിനോടൊക്കെ ബന്ധം വിച്ഛേദിക്കുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.